പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത മാസം മുതൽ കേരളത്തിൽ ഒരു UDF മന്ത്രിസഭ അധികാരത്തിൽ വരും എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. 48 മണിക്കൂറുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ആ വോട്ടെണ്ണലിലൂടെ അക്കാര്യം സ്ഥിരീകരിക്കപ്പെടും എന്നുള്ള കാര്യവും ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഏതാണ്ട് 2-3 ആഴ്ച കാലമായി നടന്ന മുഖ്യമന്ത്രി ചർച്ചയും ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത UDF മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല ആയിരിക്കും എന്നുള്ള ഒരു സമവായം ഏതാണ്ട് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത മാസം ഉണ്ടാകാൻ പോകുന്ന ആ മന്ത്രിസഭയിൽ, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ അംഗങ്ങളാവാൻ സാധ്യതയുള്ള മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, മന്ത്രിസഭയിൽ നമുക്കറിയാലോ, കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാവും, മുസ്ലിം ലീഗിന് മന്ത്രിമാരുണ്ടാവും, RSPക്ക് മന്ത്രിമാരുണ്ടാവും, RSPക്ക് മന്ത്രി ഉണ്ടാവും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മന്ത്രി ഉണ്ടാവും, പിന്നെ CMBയുടെ മന്ത്രി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ തന്നെ മറ്റേ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് മന്ത്രിമാരുടെയൊക്കെ മന്ത്രിമാരുണ്ടാവും. അപ്പോൾ ആ മന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഒന്ന് ചിന്തിക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വമുള്ള ഒരു മന്ത്രിസഭ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഭൂരിപക്ഷം MLAമാരുടെയും MP മാരുടെയും മുതിർന്ന നേതാക്കന്മാരുടെയും ഒക്കെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ മന്ത്രിസഭയിലെ പ്രബലനായൊരു മന്ത്രി VD സതീശനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്കവാറും VD സതീശൻ ധനകാര്യമന്ത്രിയായി രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരും എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ മന്ത്രിസഭയിലെ മറ്റൊരു സീനിയർ മന്ത്രി ആയി ചേരാൻ സാധ്യതയുള്ള നേതാവിൻ്റെ പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം മന്ത്രിയാവാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ മന്ത്രിസഭയിൽ ഏറ്റവും സീനിയർ ആയതുകൊണ്ട് ഇനി സ്പീക്കർ ആകുമോ എന്നുള്ള സംശയവും ഉണ്ട്. എന്തായാലും തൽക്കാലം അദ്ദേഹം മന്ത്രിയായിരിക്കും എന്ന് നമ്മൾ കരുതുക. മൂന്നാമതാം മന്ത്രിസഭയിലെ മന്ത്രിയാവാനുള്ള സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ K മുരളീധരനാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കുന്ന K മുരളീധരൻ. അദ്ദേഹം പ്രബലനായിട്ടുള്ളൊരു മന്ത്രിയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ കാട്ടാക്കടയിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള N ശക്തൻ, അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ മന്ത്രിമാരായിട്ട് ഞാൻ കാണുന്നത്, ഒന്ന് കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണ ജയിച്ചാൽ അവർ ഒരു വനിതാ മന്ത്രിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് വനിതാ മന്ത്രി ഉണ്ടെങ്കിൽ അത് പിന്നെ എന്താണ്, രമ്യ ഹരിദാസ് ചിറയൻകീഴിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. രമ്യ ഹരിദാസ് ജയിച്ചാൽ ഒരുപക്ഷെ ചിറയൻകീഴിൽ നിന്ന് ജയിക്കുന്നവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വനിതാ മന്ത്രിയായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിക്കൊരു പ്രാതിനിധ്യം ഉണ്ടാവുമല്ലോ. അവിടുന്ന് റോഷി അഗസ്റ്റിനെ തോപ്പിച്ച് റോയ് K പൗലോസ് അവിടുന്ന് വിജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഒരു മന്ത്രി സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും ഒരു മന്ത്രി സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. KC വേണുഗോപാലിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്യു കുഴൽനാടന് ഒരു മന്ത്രി സാധ്യത ഞാൻ കാണുന്നു. അതുപോലെ തന്നെ മലബാറിൽ നിന്ന് ജയിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട T സിദ്ദിഖ്, അദ്ദേഹത്തിനും മന്ത്രി സാധ്യത ഉള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രിമാരായി ഞാൻ കാണുന്നവരിൽ 1 VD സതീശൻ, 2 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 3 N ശക്തൻ, 4 K മുരളീധരൻ, 5 ബിന്ദു കൃഷ്ണ, 6 റോയ് പൗലോസ്, 7 രമ്യ ഹരിദാസ്, 8 T സിദ്ദിഖ്. ഇത്രയും പേരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരായി അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട പേരാണ് പിന്നെ PC വിഷ്ണുനാഥ്, കുണ്ടറയിൽ നിന്ന് ജയിക്കുന്ന PC വിഷ്ണുനാഥ്. അദ്ദേഹവും മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും പേരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളവർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ തന്നെ ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരുപക്ഷെ ആവാനുള്ള സാധ്യതയുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് T ശരത്ചന്ദ്രപ്രസാദ് ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് ഒരു ഈഴവൻ എന്നുള്ള നിലയിൽ
സീനിയർ ഈഴവൻ എന്നുള്ള നിലയിൽ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അഥവാ ജയിച്ചു വരാതിരുന്നാൽ എം ലിജുവിൻ്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ എം വിൻസെൻറ്റിൻ്റെ മന്ത്രിസഭാ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ മണലൂരിൽ നിന്ന് ടി എൻ പ്രതാപൻ ജയിച്ചാൽ അദ്ദേഹത്തിനും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഉള്ള മന്ത്രി സാധ്യതയുണ്ട്. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള മന്ത്രി സാധ്യതയിൽ മന്ത്രിമാരായി ഞാൻ കാണുന്ന രണ്ടുപേരാണ്, ഒന്ന് ടി എൻ പ്രതാപനും ഒന്ന് എം വിൻസെൻറ്റും. അപ്പോൾ ഇത്രയും പേരാണ് മന്ത്രിമാരായി അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മുസ്ലിം ലീഗിലേക്ക് വന്നാലോ? മുസ്ലിം ലീഗിൽ 25-26 പേരെങ്കിലുമൊക്കെ ജയിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. അതിൽ മന്ത്രിയാവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾ ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. പിന്നെ മന്ത്രിമാരായി വരാൻ സാധ്യതയുള്ളതായി നമ്മൾ കേൾക്കുന്നത് PK ബഷീർ മന്ത്രിയാകും എന്ന് നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ മണ്ണാർക്കാട് നിന്ന് നിരന്തരമായി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന N ഷംസുദ്ദീൻ മന്ത്രിയാകും എന്ന് നമ്മൾ കേൾക്കുന്നു. ഇത്തവണ മങ്കടയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വരാൻ സാധ്യതയുള്ള മഞ്ഞളാംകുഴി അലിയുടെ മന്ത്രി സാധ്യതയും നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രിമാരാകാൻ സാധ്യതയുള്ള 4 പേർ. അതുപോലെ തന്നെ RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വരാൻ പോകുന്ന CP ജോൺ അദ്ദേഹം മന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം CMPക്ക് ഒരു മന്ത്രിസ്ഥാനമുണ്ട്. CP ജോൺ ആണെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ആയിട്ട് അദ്ദേഹം ജയിച്ചു വരാൻ പോകുന്നത്. അദ്ദേഹം മന്ത്രിയാവുന്നുള്ള ഉറപ്പാണ്. 40-40 വർഷക്കാലമായി UDFൽ അംഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CMP. അതിൻ്റെ നേതാവായിട്ടുള്ള CP ജോൺ മന്ത്രിയാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് മോൻസ് ജോസഫിൻ്റെ മന്ത്രിസഭാ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ സാധ്യത മന്ത്രിമാരാരാന്നുള്ള സാധ്യത നമ്മൾ ചർച്ച ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ ചർച്ച ചെയ്തു, ജോസഫ് ഗ്രൂപ്പിൻ്റെ ചർച്ച ചെയ്തു, CMPയുടെ ചർച്ച ചെയ്തു, RSPയുടെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് JK വിഭാഗത്തിൻ്റെ ഭാഗമായി അനൂപ് കുരുവിള ജോണും മന്ത്രിയാവാനുള്ള സാധ്യത. ഇതിനപ്പുറത്ത് വേറെ ചില മന്ത്രി സാധ്യതകൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് KK രമയുടെ സാധ്യത. KK രമയ്ക്ക് മന്ത്രിയാകാനുള്ള ഒരു ഓഫർ വന്നാൽ RMP അംഗീകരിക്കും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് KK രമയുടെ സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാണി C കാപ്പൻ, അദ്ദേഹം ഇത്തവണയും ജോസ് കെ മാണിയെ തോൽപ്പിച്ച് പാലായിൽ നിന്ന് ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PV അൻവർ ഒരുപക്ഷെ ഒരു ജയൻ കില്ലറായിട്ടായിരിക്കും നിയമസഭയിലേക്ക് വരാൻ സാധ്യത, മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ച്. അപ്പം അദ്ദേഹത്തിന് ഉള്ള മന്ത്രിസഭയിലേക്കുള്ള സാധ്യത ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഉണ്ടാവാൻ പോകുന്ന മന്ത്രിസഭയിൽ VD സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, റോയ് K പൗലോസ്, രമ്യ ഹരിദാസ്, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ്, M വിൻസെൻ്റ്, TN പ്രതാപൻ, ഇത്രയും പേരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകാൻ സാധ്യതയുള്ളത്. മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ളവർ 4 പേരാണ്. ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി, 2 PK ബഷീർ, 3 N ഷംസുദ്ദീൻ, 4 മഞ്ഞളാംകുഴി അലി. പിന്നീട് മന്ത്രിമാരാകാൻ സാധ്യതയുള്ള ഒന്ന് ഷിബു ബേബി ജോണും ഒന്ന് CP ജോണുമാണ്. പിന്നീട് മന്ത്രിമാരാവാൻ സാധ്യതയുള്ളവരുടെ പേരാണ് ഞാൻ അവസാനം പറഞ്ഞ KK രമ, മാണി C കാപ്പൻ, PV അൻവർ, ഇത്രയും പേര്. അപ്പോൾ ഇതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മന്ത്രിമാരായി അടുത്ത UDF സർക്കാരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ വിവരങ്ങൾ. ഇതെൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. ഈ നിരീക്ഷണം പൂർണ്ണമായി ശരിയാവണമെന്നില്ല. എന്നാലും ഒരു 70-80% ഈ നിരീക്ഷണം ശരിയാകും എന്നാണ് ഞാൻ ഈ വൈകിയ വേളയിൽ വിലയിരുത്തുന്നത്.